ശ്രീ പ്രിന്റു മഹാദേവ്, എന്തായാലും ഈ വിഷയത്തിൽ ബി ജെ പി നിലപാട് പറയുന്നുണ്ട്. ബി ജെ പി പറയുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ തള്ളിപ്പറയാൻ ഇതര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തത് എന്നാണ്. ഇവിടെ ഡോക്ടർ ബി ജയരാജ് സ്പീക്കറിന്റെ ചില പരാമർശം ഉദ്ധരിച്ചു. അതേ സ്പീക്കർ തന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമൂഹം കൂടിയാണ്. ഇവിടെ ഇതാ ഈ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന പലതരത്തിലുള്ള രീതികൾ. അതിലൊന്നാണ് ഈ ഗോമൂത്രത്തിന്റെ ഗുണത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ചില സന്യാസിവരന്മാർ. എനിക്ക് തോന്നുന്നു കൃപാസനം എന്നാണ് എന്ന് തോന്നുന്നു. അങ്ങനെയൊരു മാസിക പോലും ഭക്ഷിച്ച ജനതയുണ്ട് നമ്മുടെ കേരളത്തിൽ, വെറും പേപ്പർ കഷ്ണങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ജയരാജ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ എല്ലാം മാറും എന്ന തരത്തിലുള്ള കൈകൊട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനകളടക്കം അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇതിലിപ്പോൾ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എന്ന തരത്തിലേക്ക് ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതില്ല. ഇതെല്ലായിടത്തും നടക്കുന്ന ഒന്നാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ഇസ്ലാമോഫോബിയുടെ ഭാഗമായി മാത്രം ഇതിനെ ഉയർത്തി കാണിക്കുന്നു എന്നൊരു വിഭാഗം പറയുന്നു. അപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സമീപനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ? അല്ല, ഇതിനകത്ത് ഇപ്പൊ നമുക്കറിയാമല്ലോ, വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധമായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഈ നവോത്ഥാന മൂല്യങ്ങളും ആധുനിക മനുഷ്യനുമാകുന്നത് സാങ്കേതിക വിദ്യയുടെയും ആധുനിക ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായിക്കൊണ്ട് ഒരു സാമൂഹിക ക്രമത്തെ പടുത്തുയർത്തുമ്പോഴാണ് മനുഷ്യൻ ആധുനിക മനുഷ്യനാവുന്നത്. കാരണം മതങ്ങളുടെ ഒരു പഴക്കമോ ആ കാലഘട്ടത്തിന്റെ ടെക്നോളജിയോ ആ കാലഘട്ടത്തുണ്ടായിരുന്ന ടെക്സ്റ്റിനെയും 2025 താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് മതങ്ങളുടെ ഇടപെടലിനേക്കാൾ കൂടുതൽ സാമൂഹിക ശാസ്ത്ര പുരോഗതിയുടെ നേട്ടങ്ങൾക്കാണ് മനുഷ്യൻ മുൻഗണന നൽകേണ്ടത്. സ്വാഭാവികമായിട്ട് ഇപ്പോഴും കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ, ചില വിഭാഗങ്ങളിൽ ഇപ്പോഴും അവർ 16-ാം നൂറ്റാണ്ടിന്റെ ഒരു ആലസ്യത്തിൽ നിന്ന് അവർ വിട്ടുണർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അതിനെ ഒരു മതവിഭാഗത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ News 18 തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം വീട്ടുകളിൽ നടന്ന പ്രസവത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 1347 ആ 1347 പ്രസവങ്ങളിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ഇതിൽ പങ്കാളികളായിട്ടുള്ളത്? അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ ആകമാനം വീടുകളിൽ നടന്നിട്ടുള്ള പ്രസവങ്ങളിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ പങ്കാളികളായിട്ടുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തെ പോലെ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ലോകത്ത് ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു, പ്രത്യേകിച്ച് കേരളം. ആ സമയത്ത് ഇപ്പോഴും ഈ പറഞ്ഞ 16-ാം നൂറ്റാണ്ടിന്റെ ആലസ്യത്തിലുള്ള ചില ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഈ കേരളത്തിന്റെ ഒരു പ്രതിഷേധം എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല? ആ രേഖപ്പെടുത്താതിരിക്കുമ്പോഴാണ് പലപ്പോഴും സ്വാഭാവികമായിട്ട് BJP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറയേണ്ടി വരുന്നത്. സംഘടിത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കേസുകളിൽ പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിക്കൊണ്ട് അവരുടെ ആരോഗ്യം പോലും പ്രതിസന്ധിയിലാക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോ ഇപ്പൊ ജാതി മതഭേദമന്യേ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ദുഃഖകരമായ കാര്യമാണ്. ഒരു മതത്തിന്റെ ഒരു വേലാം പണിഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് ഒരു മതപണ്ഡിതന്മാർ ദുശാഠ്യം പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെ ശക്തിയുക്തം എതിർക്കാനുള്ള ബാധ്യത കേരളത്തിലെ എല്ലാ മുന്നണികൾക്കുമുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വിഷയവുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താൻ, ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, മന്ത്രിമാർ തയ്യാറായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പൊല്ലാപ്പ് നമ്മൾ കേട്ടു. അപ്പോൾ കേരളത്തിലെ ഈ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഈ നവോത്ഥാന മൂല്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടമൊക്കെ പഠിക്കാൻ വലിയ രീതിയിലുള്ള പൊല്ലാപ്പായിരുന്നല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത്. നരബലിയുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിലുണ്ടായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഈ ആധുനിക ലോക ക്രമത്തിനനുസരിച്ച് ജീവിക്കേണ്ട, അവർക്ക് അവരുടേതായിട്ടുള്ള അവിടെയാണ് ശ്രീ പ്രിന്റു താങ്കൾ ഈ സൂചിപ്പിക്കുന്ന ഗോപൻ സ്വാമി എന്ന് വിശേഷിപ്പിച്ച ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പക്ഷം പിടിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതാണല്ലോ ഡോക്ടർ ജയരാജ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഗോമൂത്രം പോലെ അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാതെ പല സന്യാസിവരന്മാരും അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നു. അങ്ങനെ
ആരാണോ ഇതിന് നേതൃത്വം നൽകുന്നത് അവർ പറയുന്നത് സന്യാസി വൈദ്യനല്ല, അഭിലാഷ് സന്യാസി വൈദ്യനല്ല. ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാ സന്യാസിമാരും മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പരാമർശിക്കാറുണ്ട്. IIT ഡയറക്ടറാണ്. സമനില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോമൂത്രത്തെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊരു സ്ട്രാറ്റജിയാണ്. ഗോമൂത്രം കുടിക്കുന്ന സന്യാസി ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളല്ല. അയാൾക്ക് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അയാൾ മുന്നോട്ട് പോകുന്ന ആളല്ല. അദ്ദേഹത്തിന് ആത്മീയപരമായ കാര്യങ്ങൾ അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല. അതിലല്ല ചെയ്യുന്നത്. ഇവിടത്തെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്, സമൂഹത്തിൽ ഇടപെടുന്നവരാണ്, സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ സംവിധാനത്തെ ചലിപ്പിക്കുന്നവരാണ്. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലണ്ടറുകൾ പ്രചരിപ്പിക്കുമ്പോൾ പ്രശ്നമുണ്ട് സാർ. അതിനൊരു സന്യാസി അല്ല, ഇതിന് താങ്കൾ പറയുന്നത് പോലെ ഒരാൾ കുടുംബജീവിതം നയിക്കുന്നോ ഇല്ലയോ എന്നതാണോ അത്തരം ബ്ലണ്ടറുകളെ ചലഞ്ച് ചെയ്യേണ്ടതിന്റെ അടിസ്ഥാനം എന്നത്? ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വാക്സിൻ. ഇവിടെ വാക്സിൻ വന്ന സമയത്തും വാക്സിനെതിരെ വ്യാപകമായ പ്രചരണം ഉണ്ടായ ജില്ല മലപ്പുറം ജില്ലയാണ്. അന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാക്സിൻ കുത്തിവെക്കുന്നത് മൂലം അവരുടെ പ്രത്യുൽപാദന ശേഷിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന സംവിധാനങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ള ഒരു പ്രചരണമാണ് അവരുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് മലബാർ ഭാഗങ്ങളിലും മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ കോവിഡ് വാക്സിൻ പോലും എടുക്കാത്ത ആളുകളുണ്ട്. പിന്നെ ഞാൻ പറയും ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ ഈ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ സമയം, ആ ലോക്ക്ഡൌണിന്റെ ഒന്നാം ഘട്ടത്തിൽ നിന്ന് കേരളം മുഴുവൻ വലിയ രീതിയിലുള്ള വ്യാപകമായ കോവിഡ് വ്യാപനത്തിന് കാരണം എന്താണെന്ന് അഭിലാഷ് സാറിന് അറിയോ? നമ്മൾ നോക്കിയാൽ മനസ്സിലായി, ഈ വലിയ പെരുന്നാൾ സമയത്ത് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അന്ന് കോവിഡ് മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്ന് പള്ളിയിലേക്കും നിസ്കരിക്കാനുമുള്ള അനുവാദം കൊടുത്തു കേരളത്തില്. അതിനുശേഷമാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള കോവിഡിന്റെ വ്യാപനം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു സമുദായത്തിന് അനുഭവിച്ച് ബാക്കിയുള്ളവർ ഇറങ്ങി തെരുവില്. അത് ഞാൻ ഒരു സമുദായത്തിന് മാത്രമല്ല. അപ്പൊ ഇവിടെയൊക്കെ ആരോഗ്യ മേഖലയായിക്കോട്ടെ, വ്യാവസായിക മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഏതു മേഖലയും ഇത്തരത്തിലുള്ള ഒരു പ്രീണനമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ പ്രീണനം കേരളത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പൊ ഈ പ്രീണനത്തിനെതിരെ നിങ്ങൾ ന്യൂസ് 18 ഒരു പ്രചരണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായി? ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട് അവിടെ സാമൂഹിക അസമത്വം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി വർഗീയവാദിയായി. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. അപ്പൊ നോക്കൂ, സംഘടന ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ ഓച്ചാലിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾക്ക് ഒരു പ്രത്യേക പർട്ടിക്കുലർ മതവിഭാഗം ഏത് രീതിയിൽ ഈ കേരളത്തിന്റെ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കിയാലും പ്രശ്നമില്ല, സാമൂഹിക പ്രതിസന്ധി ഉണ്ടാക്കിയാലും പ്രശ്നമില്ല, സാമുദായികമായി ധ്രുവീകരണം ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. അവിടേക്ക് ഓച്ചാലിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഈ കേരളത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു വിമർശനമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും